എന്താ സുരേഷ് ഗോപി പ്രാന്തുണ്ട് ഓരോ തമിഴ് നിങ്ങൾ ഓരോ കെണി വെച്ചെടുത്ത് തല വെച്ച് കൊടുക്കുക. പിന്നെ സുരേഷ് ഗോപിനെ കണ്ടിട്ടില്ലെങ്കിൽ സുരേഷ് ഗോപി അന്വേഷിക്കാൻ കണ്ടുപിടിക്കാൻ ഇന്ത്യയിൽ മിലിറ്ററിയും റോയും പോലീസും IB ഒക്കെ ഉണ്ട്, അത് അവർ ചെയ്തോ. സുരേഷ് ഗോപിനെ ഇപ്പം മണ്ടന്മാരാണ് ബേസിക്കലി, ഓടി നടന്ന് ടാർഗറ്റ് ചെയ്യാണ്. ഇങ്ങനെ ടാർഗറ്റ് അവർ ഗുണം കിട്ടിയുള്ളൂ. ഈ വിഷയത്തിലൊക്കെ ഇപ്പം എന്താ നിലപാട്? സുരേഷ് ഗോപിനെ പറ്റി പറഞ്ഞത് എന്താ മറുപടി അറിയാത്തത്? സുരേഷ് ഗോപി എല്ലാ ദിവസവും വന്നിട്ട് അവിടെ കുരിശ് കളിക്കണം. അത് തൃശ്ശൂർ പിന്നെ സ്വരാജ് ഗ്രൗണ്ടിൽ നിന്ന് അയാൾ എല്ലാ ദിവസവും പോയിട്ട് മണിമുറ്റത്തവണിപ്പം ഡാൻസ് കളിക്കണം. ഇയാളുടെ ജീവിതത്തിൽ ഉടനീളം ഇയാൾക്ക് ഒരു ശക്തമായ ക്രിസ്ത്യൻ ബന്ധം നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഈ സുരേഷ് ഗോപി. ഇയാളെ പല പ്രൊഡ്യൂസേഴ്സും കോ ആക്ടേഴ്സും എല്ലാം തന്നെ ഇയാളെ സഹായിക്കുമ്പോൾ ജാതി മതം നോക്കി ചെയ്തതല്ല. അപ്പോൾ ആ അസൂയെല്ലാം കൂടി പിടിച്ച് ഒരു രോഗമായി മാറിയതാണ്. അതിൻ്റെ കൂടെ അപ്പോൾ അയാൾ പൊളിറ്റിക്കൽ പവറും കൂടി കിട്ടിയപ്പോൾ ആ രോഗം മൂർച്ഛിച്ചു. അതിൻ്റെ പ്രശ്നമാണ്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. തൃശ്ശൂരിലെ MP ആയ സുരേഷ് ഗോപിയെ കാണാനില്ല. തൃശ്ശൂരിലെ KSU പ്രസിഡൻ്റായിട്ടുള്ള ഗോകുൽ ഗുരുവായൂർ നൽകിയ ഒരു പരാതിയാണിത്. കന്യാസ്ത്രീകളുടെ അറസ്റ്റിന് ശേഷം തൃശ്ശൂരത്തെ MP ആയ സുരേഷ് ഗോപിയെ കാണാനില്ല. ആ തിരോധാനത്തിന് പിന്നിൽ ആരാണ്? കൃത്യമായി പോലീസ് അന്വേഷിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഈ ഒരു കത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്താണ് തൃശ്ശൂരിൽ സംഭവിക്കുന്നത്? സുരേഷ് ഗോപിക്ക് എന്താണ് സംഭവിച്ചതെന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ്ങായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മോടൊപ്പം ചേരുന്നത് ഫക്രുദ്ദീൻ അലി. നമസ്കാരം. നമസ്കാരം. തൃശ്ശൂരിലെ MP സുരേഷ് ഗോപിയെ കാണാനില്ല, ഒളിവിലാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഉന്നയിക്കുന്നത്. യശന്ത് ഗോക്ക് ചോദിച്ച പോലെ ചോദിക്കട്ടെ, എന്താ ഓളമുണ്ടോ? രവീന്ദ്ര ഓളമുണ്ടോയെന്ന് വെച്ചിട്ട്. രവീന്ദ്ര നീ എവിടെയാണ് സിനിമ ഉണ്ട്, ഷീലു എബ്രഹാമിൻ്റെ. അതിൻ്റെ യശന്ത് ഗോക്ക് അതിൻ്റെ റിവ്യൂ വെച്ചതാണ്. രവീന്ദ്ര ഓളമുണ്ടോ? ഓളമുണ്ട്. സുരേഷ് ഗോപിയെ കാണാതാവുന്നത് ആദ്യമായിട്ട് നരിമാൻ സിനിമ 32 വർഷം മലയാള സിനിമ കണ്ടില്ലായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നമ്മളെ എന്താണ് ഡോൾഫിൻ ബാർ സിനിമ കഴിഞ്ഞിട്ട് മൂപ്പരെ കുറേ കാലം നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ മൂപ്പരെ നമ്മൾ കണ്ടത് മറ്റേ തൃശ്ശൂർ സ്ഥാനാർത്ഥിയായി വന്നപ്പോഴാണ്. പിന്നെ ജോഷി സാറിൻ്റെ സിനിമ പാപ്പനിലാണ് കണ്ടത്. അപ്പോൾ മൂപ്പരങ്ങനെ ഒരു ഇടവേള എടുക്കുന്ന പുതിയ കാര്യമൊന്നുമല്ല ഒന്നാമത്തത്. പക്ഷേ ഇപ്പോൾ MP ആണ്. MP ഓക്കെ, അങ്ങോട്ട് വരാം. ഈ രാഹുൽ ഗാന്ധിനെ ഇടയ്ക്ക് കാണാറില്ലല്ലോ, ഇവിടെ പോരാ. നിങ്ങൾ കംപ്ലയിൻറ്റ് കൊടുത്തോളൂ. ഇടയ്ക്ക് ഇതേപോലെ മുകേഷിനെ കാണാനില്ലെന്ന് വന്ന് കംപ്ലയിൻറ്റ് എടുത്തിട്ട് ഇന്ന് മുകേഷ് തിരിച്ചു വന്ന് ചോദിച്ച് എവിടെയായിരുന്നു ചോദിച്ചാൽ ഞാൻ രാഹുൽ പോയ സ്ഥലത്തായിരുന്നു. ഇതൊക്കെ ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് കളിയല്ലേ. സുരേഷ് ഗോപിയുടെ റിയൽ പ്രോബ്ലം എന്ന് വെച്ചാൽ സുരേഷ് ഗോപി ഏറ്റവും കൂടുതൽ ജീവിതത്തെ ബുദ്ധിമുട്ടിയ 2 ഘട്ടങ്ങളിലാണ്. ഒന്ന് ജോഷി സാറിന് സിനിമയിൽ അഭിനയിക്കും. കാരണം ജോഷി സാർ ഭയങ്കര പെർഫെക്ഷനിസ്റ്റാണ്. മൂപ്പര മനസ്സിലുള്ള സാധനം വരുന്നവരെ ആരായാലും മൂപ്പര അഭിനയിപ്പിക്കും. ഒന്നതാണ്. സുരേഷ് ഗോപി കുറേ അഭിനയം ചെയ്യുമ്പോൾ മടി വരും. അപ്പോൾ എവിടെ പോയി ജോഷി സാർ വിടില്ല. ഒന്നത്. അത് കഴിഞ്ഞിട്ട് എരിചട്ടിന്ന് വിറചട്ടിയിൽ തന്നെ ഇപ്പം മോഡിയുണ്ടല്ല, മോഡിയാണെങ്കിൽ ജോഷി സാറിനെ പോലെ തന്നെയാണ്. അങ്ങനെയും പെർഫെക്ഷനിസ്റ്റാണ്. ഞാൻ മനസ്സിലാക്കിയത് ഓടിപ്പിക്കുകയാണ്. ഇപ്പോൾ മൂപ്പര് സിനിമ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഉഴപ്പാൻ നോക്കിയാൽ നടന്നില്ല. ഇപ്പോൾ ഇന്ന് മിസോറാമിലാണ് ബ്രീഫിംഗ് എങ്കിൽ ഹിയറിങ്, നാളെ നാഗാലാൻഡിലായിരിക്കും. ഇങ്ങനെ ആയി കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ച രാവിലെ ഡൽഹിയിൽ വന്നിട്ട് മോഡിക്ക് ബ്രീഫ് ചെയ്യണം. മാസത്തിൽ വേറെ വയ്ക്കും. അത് കഴിഞ്ഞിട്ടാണ് ഈ കേരളത്തിലേക്ക് വരുന്നത് വെള്ളിയാഴ്ച വൈകുന്നേരത്തെ ഫ്ലൈറ്റിന്. എന്നിട്ടാണ് അതിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്ക് സിനിമയിൽ അഭിനയിക്കുന്നത്. ഗോപാലേട്ടൻ്റെ പടം ഉണ്ടല്ലോ, ഒറ്റക്കൊമ്പിൽ അഭിനയിക്കും. അങ്ങനെ മൂപ്പർ ഇങ്ങനെ തിരക്ക് പിടിച്ചുള്ള ഓട്ടത്തിലായിരുന്നു. അതിനിടയ്ക്ക് മൂപ്പർ നാട്ടിൽ വരുമ്പോൾ നിങ്ങളെ പത്രക്കാർ ന്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ഈ കോലും കൊണ്ടുപോകും. കോലും കൊണ്ടുപോയി അങ്ങേരെ കുത്തിവെക്കും. അങ്ങേര് കാര്യമായിട്ട് എന്തെങ്കിലും പറയും. പിന്നെ അത് വെച്ച് ചർച്ച. എന്നിട്ട് നിങ്ങളിപ്പം ചോദിക്കും MP അല്ലേ, MP ഇങ്ങനെ പറയാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കും. പിന്നെ MP ഇങ്ങനെ പറയാം, MPക്ക് എന്താ, MP മനുഷ്യനല്ലേ. അയാളെ വികാരങ്ങളെ കയറി കൊളുത്തുമ്പോൾ, അയാളെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഹനിക്കുമ്പോൾ അയാൾ പ്രതികരിക്കും. അല്ല, ഈ കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ എന്തുകൊണ്ട് കൃത്യമായി ഇടപെട്ടില്ല എന്നുള്ള ചോദ്യമാണ് KSU അതിലൂടെ ഉന്നമിക്കുന്നത്. KSU മാത്രമല്ല, മറ്റുള്ളവർ ഈ കന്യാസ്ത്രീകളുടെ വിഷയം എന്താണ്? ഈ ലോകത്തുള്ള എല്ലാ വിഷയവും സുരേഷ് ഗോപി പ്രതികരിക്കണമെന്ന് എന്താണ്? അമേരിക്കയിൽ ഇപ്പം ട്രംപ് എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നുണ്ട്, പുട്ടിൻ എന്തൊക്കെ കാണിക്കുന്നുണ്ട്. സുരേഷ് ഗോപി എല്ലാത്തിനും പ്രതികരിക്കണം എന്ന് പറയേ എന്താണ്? സുരേഷ് ഗോപി പ്രതികരിച്ചില്ല ലോകം മുന്നോട്ട് പോകില്ലേ. സുരേഷ് ഗോപി ആരാണ്? സുരേഷ് ഗോപി BJPയുടെ നേതാവാണ്. ഈ വിഷയത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ ഉൾപ്പെടെ അല്ല BJPക്കാർ പ്രതികരിച്ചിട്ടുണ്ട്. അതിലുപരി ഞങ്ങൾ സുരേഷ് ഗോപി നയിക്കുന്നത് നിങ്ങൾക്ക് സ്പൈസി ആയിട്ടുള്ള സാധനം കിട്ടുന്നില്ല. നിങ്ങൾ കോലും കൊണ്ട് സുരേഷ് ഗോപി കന്യാസ്ത്രീകളെ പറ്റി ചോദിക്കണം. അപ്പോൾ സുരേഷ് ഗോപി മൂപ്പരെ സ്റ്റൈലിൽ എന്തെങ്കിലുമൊക്കെ മൂപ്പർ പറയും. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് വൈകുന്നേരം ചർച്ച നടത്താം. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ അലക്കാം, ഇവനെയാണോ തിരഞ്ഞെടുത്തത് എന്ന് വെച്ച് ട്രോൾ ചെയ്യാം. അങ്ങനെയല്ലേ പറ്റുള്ളൂ. നേരിട്ട് അങ്ങനെ തല്ലി ജയിക്കാനും പറ്റില്ല, ഇലക്ഷനിൽ നിന്ന് ജയിപ്പിക്കാനും പറ്റിയിട്ടില്ല. അപ്പോൾ ഇതല്ലേ പറ്റുള്ളൂ. അതിന് കിട്ടാത്ത കൊതിക്കുറവ്. അയാളെ തോൽപ്പിക്കാൻ എന്തൊക്കെ വഴി നോക്കിയത് നിങ്ങൾ? വല്ലതും നടന്ന? നിങ്ങളത് കേരളത്തിലെ മീഡിയ, കേരളത്തിലെ പ്രതിപക്ഷങ്ങൾ
കൂടെയുള്ള ആളുകൾ ശ്രമിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നിരന്തരം അല്ല നടന്നോ? ഇല്ല. അപ്പോൾ ഇതിൻ്റെ കാര്യത്തിലുള്ളൂ. ഈ കന്യാസ്ത്രീയുടെ വിഷയത്തിൽ അവിടെ ഒരു വിഷയം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയമാണ്. BJPക്ക് ആ ഒരു കൃത്യമായ സ്റ്റാൻഡ്. അവർ കൺവേർഷനെതിരാണ്. ഇന്ത്യൻ ഭരണഘടനയെ മതപരിവർത്തനത്തിനുള്ള അനുവാദം നൽകിയിട്ടൊന്നുമില്ല. നിനക്ക് നിൻ്റെ മതത്തിൽ വിശ്വസിക്കാൻ അത് പ്രചരിപ്പിക്കുക, നിൻ്റെ സൗകര്യം. പക്ഷെ മറ്റൊരാളെ കൺവേർട്ട് ചെയ്യാനുള്ള അധികാരം നിനക്ക് തന്നിട്ടില്ല. ഒരാൾക്ക് തോന്നിയാ കൊള്ളാം, കുഞ്ചുവിൻ്റെ മതം കൊള്ളാം, അപ്പോൾ നമ്മളതിൽ ചേരാമെന്ന് വിചാരിച്ചാൽ വന്നതിന് നീ എടുത്തോ. അല്ലാതെ ഈ പറഞ്ഞ പ്രകോപനങ്ങളോ ഒരാളെ പരിതാപസ്ഥ ദുരുപയോഗം ചെയ്തോ ഒന്നും കൂട്ടാൻ പാടില്ല. അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. BJPയുടെ സ്റ്റാൻഡും അത് തന്നെയാണ്. അപ്പോൾ BJPയുടെ സ്റ്റാൻഡ് അങ്ങനെ ആയിരിക്കുമ്പോൾ ഈ വിഷയം ഉണ്ടാകുന്നു. ഈ വിഷയം ഉണ്ടാകുന്ന സമയത്ത് കേരളത്തിൽ നിന്നുള്ള ഒരു MP, കേരളത്തിലുള്ള കന്യാസ്ത്രീകൾ എന്ന രീതിയിലും അതിൽ ഇടപെടേണ്ട കേരളത്തിൽ BJP ആണ്. അത് രാജീവ് ചന്ദ്രശേഖരൻ എല്ലാവരും പ്രതീക്ഷകളൊക്കെ അപ്പുറം പോയി സംസാരിച്ച് കളഞ്ഞിട്ടുണ്ട്. അതവർ ഒത്തനെ നടത്തിയിട്ടില്ല. അതങ്ങനെ ആയിരുന്നില്ല പറയേണ്ടത്. ഇന്ന് അത് പഠിക്കാൻ വേണ്ടി അനൂപിനെ അങ്ങോട്ട് വിടുന്നു. അവർ സ്വന്തം മതം അത് പ്രചരിപ്പിക്കുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. നമ്മളവരുടെ കൂടെ ഉണ്ടെന്ന് തോന്നുന്നത്. ഏതായാലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇവിടെ വേറെ ആരെങ്കിലും പോയിട്ട് അവിടെ നാടകം കളിച്ചിട്ടാണ് അവരെ വിട്ടതെന്ന്? അവരെ വിടാൻ കാരണം എന്തുകൊണ്ടാണ്? ഛത്തീസ്ഗഡ് ഗവൺമെൻറ് അതിൽ കൃത്യമായിട്ട് കോടതിയിൽ ഒപ്പോസ് ചെയ്യാത്തതുകൊണ്ടാണ്. അത് ഓപ്പോസിറ്റ് വക്കീൽ തന്നെ പറഞ്ഞല്ലോ. അല്ല, ഓപ്പോസിറ്റ് ചെയ്യാത്തതിൻ്റെ ഒരു കാരണം എന്തുകൊണ്ടാണ്? അനൂപാനനെ അവിടെ പോയതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഇടപെടൽ, മോഡിയുടെ ഇടപെടൽ, സുരേഷ് ഗോപിയുടെ ഇൻവിസിബിൾ ആയിട്ടുള്ള ഇടപെടൽ. പക്ഷേ സുരേഷ് ഗോപിനെ ചോദിക്കാതെ കേരളത്തിലെ കാര്യം മോഡി എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ചെയ്യില്ല. അപ്പോൾ അത് ചെയ്യുന്നുണ്ട്, അത് മനസ്സിലാക്കിയാൽ മതി. അല്ല ഈ അങ്ങേര് വന്നിട്ട് അങ്ങനെ വലിയ മറയുന്നില്ലാത്ത കൂട്ടത്തിലാണ്. മതപരിവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിൽ തെറ്റാണ്, എന്നാൽ അവിടെ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്നങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ ഈ രണ്ടാമത്തെ ഭാഗം കട്ട് ചെയ്യും, ഒന്നാമത്തെ ഭാഗം കൊടുക്കും. എന്നാൽ അങ്ങനെ എന്തോ അർത്ഥങ്ങൾ അടുത്തിട്ടുണ്ട്. എന്താണ്? ഉന്നത കുലജാതൻ പട്ടികജാതി വർഗ കമ്മീഷൻ്റെ ചെയർമാനായി വരണമെന്ന് പറഞ്ഞു. അങ്ങനെ അതല്ല പറഞ്ഞത്. ഒരു ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായിട്ട് ഒരു നാണയാധിപെട്ട ആളെ കൊണ്ടുവരണം. അങ്ങനെ ഒരു സോഷ്യലിസ്റ്റ് ആശയമാണ് അങ്ങനെ മുന്നോട്ട്. അതിലൊരു ഭാഗം മാത്രം എടുത്ത് ചർച്ച ചെയ്തു. എന്താ സുരേഷ് ഗോപി പ്രാന്തുണ്ട്? ഓരോ തമിഴ് നിങ്ങളോരോ കെണി വെച്ചെടുത്ത് തലവെച്ച് കൊടുക്കുക. പിന്നെ സുരേഷ് ഗോപിനെ കണ്ടിട്ടില്ലെങ്കിൽ സുരേഷ് ഗോപി അന്വേഷിക്കാൻ കണ്ടുപിടിക്കാൻ ഇന്ത്യയിൽ മിലിറ്ററിയും റോയും പോലീസും IB ഒക്കെ ഉണ്ട്. അത് അവർ ചെയ്തോളൂ. അങ്ങനെ ഒരു പരാതിയുടെ ആവശ്യമില്ല. അതിന് പരാതിയുടെ ആവശ്യമൊന്നുമില്ല. അല്ല, ഈ തൃശ്ശൂരത്തെ ഓർത്തഡോക്സ് സഭയുടെ അധ്യക്ഷൻ പോലും പ്രധാനപ്പെട്ട ആൾ പോലും പറഞ്ഞത്, ഞങ്ങൾ ഇവിടെ നിന്ന് തെരഞ്ഞെടുത്ത് വിട്ട ഒരു നടൻ, ഡൽഹിയിലേക്ക് തെരഞ്ഞെടുത്ത് വിട്ട ഒരു നടൻ, അദ്ദേഹത്തെ കാണാനില്ല, ഈ പരാതി കൊടുക്കണോ എന്നാണ് കഴിഞ്ഞ ദിവസം ചോദിച്ചത്. അതെ, മൂപ്പരിരിക്കുന്ന പദവീൻ്റെ ഒരു മൂല്യം മറന്നിട്ടാണ്. ആ പദവിയിൽ ഇരിക്കുന്നതുകൊണ്ടാണല്ലോ നമ്മൾ അദ്ദേഹത്തെയൊക്കെ ബഹുമാനിക്കുന്നത്. അവരായിരുന്നു ഈ ട്രോള് ഡയലോഗ് വരാൻ പാടില്ലാത്തതാണ്. ഈ കന്യാസ്ത്രീയുടെ സുരേഷ് ഗോപി ആരാണ്? സുരേഷ് ഗോപി എന്നുള്ള സിനിമാ നടനല്ലല്ലോ. നിങ്ങൾ BJP താമര ചിഹ്നത്തിലല്ലേ വോട്ട് ചെയ്ത്, അല്ലാതെ ഓട്ടോറിക്ഷ ചിഹ്നത്തിലല്ലല്ലോ. താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ BJPക്ക് കിട്ടുന്ന വോട്ടാണത്. അത് BJP അതിൽ ഇടപെട്ടിട്ടുണ്ട്. ഇവർ പ്രതീക്ഷയാണ് കൂടുതൽ ഇടപെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് കന്യാസ്ത്രീകൾ ഇപ്പോൾ വീട്ടിലിരിക്കുന്നത്. മനസ്സിലായില്ലേ? അതിൽ സുരേഷ് ഗോപി പ്രത്യേകിച്ച് ഇടപെടാൻ അത് ദുഷ്ടലാക്ക് എന്ന് പറയും. അല്ല, ഒരു മറുപടി പോലും അല്ലെങ്കിൽ ഒരു പ്രസ്താവന പോലും നടത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. നടത്തുന്നതിനാ അയാളെ പാർട്ടി ഇടപെടുന്നില്ലേ? എന്തിനാ സുരേഷ് ഗോപി ഇടപെടുന്നത്? ഇനി ആ മനുഷ്യൻ എന്താ പ്രശ്നം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഒന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്താൽ കിടന്ന് ഓടുകയാണ്. ഓടി നടന്ന് പണിയെടുപ്പിക്കുന്നുണ്ട്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ മുമ്പ് കൺട്രോൾ ചെയ്യണം നിങ്ങൾ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ രണ്ട് കാര്യങ്ങളുണ്ടായി. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് വലിയ ഫുഡ് പോയിസൺ വന്നാൽ നമുക്കറിയോ? അത് അദ്ദേഹത്തിന് പേഴ്സണൽ കാര്യമോ? അദ്ദേഹം ഇല്ലാത്തതുകൊണ്ട് എന്താ ഒഫീഷ്യൽ പരിപാടി മുടങ്ങിയോ? അങ്ങനെയാണെങ്കിൽ അത് പോകാം. ഇതൊരു മനുഷ്യനെ ടാർഗറ്റ് ഞങ്ങൾ ഇലക്ഷൻ തോൽപ്പിക്കാൻ നോക്കി നടന്നില്ല. പിതാവ് വോട്ട് ചെയ്തൊന്നും എനിക്കറിയില്ല. അതായത് തൃശ്ശൂർ കുറേ ക്രിസ്ത്യാനികളുടെ വോട്ടൊക്കെ മൂപ്പര് കിട്ടിയില്ല. അവർക്കത് വലിയ പരാതി ഉള്ളതായിട്ടും തോന്നിയിട്ടില്ല. അവരുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അല്ല, ഈ തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഈ വോട്ട് ഇരട്ടിപ്പിൻ്റെയും വോട്ട് കൃത്രിമത്വത്തിൻ്റെ കാര്യങ്ങൾ രാഹുൽ ഗാന്ധി വെടിപൊട്ടിച്ചപ്പോൾ അത് തൃശ്ശൂരിലും ഉണ്ടായി എന്നാണ് കഴിഞ്ഞ ദിവസം CPIയുടെ സ്ഥാനാർത്ഥിയെ മത്സരിച്ച സുനിൽകുമാർ പറഞ്ഞത്. അതിപ്പോൾ നിങ്ങൾ ഏത് നിയോജകമണ്ഡലത്തിൽ നോക്കിയാൽ ഇങ്ങനെ ഓരോ ഇലക്ഷൻ സമയത്ത് ഞങ്ങൾ ഇത്ര വോട്ട് കൂട്ടി എന്ന അഭിമാനത്തോടു കൂടി രാഷ്ട്രീയ പാർട്ടികൾ പറയാറില്ലേ? അത് പല വോട്ടുകളും ഇങ്ങനെയൊക്കെ തന്നെ കൂട്ടുന്നതാണ്. എന്നുവെച്ചാൽ അടുത്ത മണ്ഡലത്തിലുള്ള അതിർത്തി താമസിക്കാണെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരും. കല്യാണം കഴിച്ചു പോയവർ ഇവിടെ വന്ന് ചിലപ്പം വോട്ട് ചെയ്യും. ഇങ്ങനെയൊക്കെ നടക്കാറുണ്ട്. അത് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്ന പ്രതിഭാസമാണ്. അത് കൃത്യ നടപടി എടുക്കുക. അവിടെ മാത്രം ഒതുക്കണ്ട. നമുക്ക് ഓൾ കേരള അടിച്ചാൽ ഓൾ ഇന്ത്യ തലത്തിൽ നടപടി എടുക്കാം. സുരേഷ് ഗോപിക്ക് ഇത് അടിക്കാൻ എന്ത് കിട്ടിയാലും ഈ പറഞ്ഞ വോട്ട് കൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചത്. ഇവരുടെയൊക്കെ വീട്ടിലെ പെണ്ണുങ്ങൾ പോയി വോട്ട് ചെയ്തു. അതാണ് സുരേഷ് ഗോപി ജയിച്ചത്. അതിന് കാരണം ഇവരൊക്കെ തന്നെയാണ്. ആ മനുഷ്യനിട്ടിട്ട് ലോകത്തെ ഏറ്റവും വലിയ വൃത്തികെട്ടവരാക്കാനുള്ള ശ്രമം നടത്തി. സ്ത്രീകൾക്കറിയാം അദ്ദേഹം അക്കൂട്ടത്തിൽപ്പെട്ട ആളല്ല. ഇനി അങ്ങനെ വല്ല ഉദ്ദേശമുണ്ടെങ്കിൽ ക്യാമറൻ്റെ മുന്നിലല്ലേ ചെയ്യുക. അദ്ദേഹം ഭക്തി കൊണ്ടൊരു മാതാവിന് കിരീടം കൊടുത്ത് അതിൻ്റെ ചെമ്പ് അന്വേഷിച്ചു നോക്കി. എന്തേ ഇതിൻ്റെ ചെമ്പിൻ്റെ കണക്കൊന്നും കിട്ടിയില്ലല്ലോ.
പിന്നെ ആ ചെമ്പ് വീണ ചെമ്പല്ല കിരീടം വീണ സമയത്ത് അദ്ദേഹത്തിൻ്റെ എക്സ്പ്രഷൻ എടുത്ത് ട്രോൾ ഉണ്ടാക്കി. അത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന ഒരു വിഷമായിരുന്നു. അതും അദ്ദേഹത്തിന് അനുകൂലമായി. മൂപ്പർ അവിടെ നിന്ന് എതിരാളികൾ മൂപ്പരെ കൂകി വിളിച്ചപ്പോൾ മൂപ്പര് കൊട്ടേഷൻ കൊടുത്തില്ല. മൂപ്പർ പറയാൻ അതിൻ്റെ എൻജോയ് ചെയ്ത് ഡാൻസ് ചെയ്തു. അത് നിങ്ങൾ ട്രോളാക്കി. അതും ആളുകൾ പോസിറ്റീവായിട്ട് എടുത്ത്. നിങ്ങൾ എന്തൊക്കെ അങ്ങേർക്ക് കൂടെയുള്ള ആളുകൾ കുറച്ച് പണി കൊടുക്കാൻ നോക്കി. അപ്പോൾ ആളുകൾ ചോദിച്ചാൽ പിന്നെ ഇയാളെ ജയിപ്പിച്ചു വിട്ടേക്കാം. അങ്ങനെയല്ലേ സുരേഷ് ഗോപി ജയിച്ചത്. അദ്ദേഹത്തിൽ 80,000 വോട്ട് മൊത്തം ഈ സാധനം ഉണ്ടാക്കിയതാണ്. ഞാൻ അങ്ങനെ ഉണ്ടാക്കാതെ എത്ര ആളുണ്ട് കേരളത്തിൽ? എല്ലാ മണ്ഡലത്തിൽ എടുത്ത് നോക്കട്ടെ. ഒരു വീട്ടിൽ എത്ര വോട്ടുണ്ട്, എത്ര വോട്ട് പുതിയ ചേർത്തപ്പെട്ടു, അതിൽ എത്ര ശരിക്കുള്ള വോട്ടുണ്ട്. തോൽവി അംഗീകരിക്കണം. അതാണ് അതിൻ്റെ ഒരു ശരി മര്യാദ. പിന്നെ ആ തൃശ്ശൂർ അനുസരിച്ച ആളുകൾ, തൃശ്ശൂർക്കാർക്ക് പറ്റിയ ആൾ സുരേഷ് ഗോപിയായിരുന്നു. നല്ല ഇംഗ്ലീഷ് ഉണ്ട്, നല്ല ഹിന്ദി ഉണ്ട്, മോഡിയായിട്ട് നേരിട്ട് ബന്ധമുണ്ട്. തൃശ്ശൂർ ഒരു എന്താ പറയുക ബിസിനസ് ക്ലാസിൻ്റെ കേന്ദ്രമാണ്. അവിടെയുള്ള തീയന്മാർ, അവിടെ തിമയ്യവർ, അവിടെയുള്ള ക്രിസ്ത്യാനികൾ, അവിടെയുള്ള യൂസഫ് അലി സാറ്, ജോയി ആലുക്കാസ്, പിന്നെ മറ്റേ മെഡിബിക്സ് അനൂപ്, എല്ലാ നാട്ടുകാരാണ്. രാധാസോപ്പ്. അപ്പോൾ അവർക്ക് ബിസിനസ്സുകാർക്ക് ഗവൺമെൻറ്റായിട്ട് ഏറ്റവും അടുത്ത ബന്ധം വേണം. പിന്നെ ഈ തൃശ്ശൂരുള്ള പിള്ളേരെ നിങ്ങൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും പോയി കാണാം. ജോർജ്, ടോവിനോ തോമസ്, ലോകത്തിൻ്റെ സ്ഥല ഭാഗത്ത് എല്ലാ മേഖലയിലും കാണാം. അപ്പോൾ അവരൊക്കെ വല്ല എംബസിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പ്രശ്നത്തിൽ കുടുങ്ങിയാൽ അല്ല ഇംഗ്ലീഷ് വിളിച്ച് സംസാരിക്കണ്ടേ. അതും സാഹിബ് ഇങ്ങോട്ട് പറയുമ്പോൾ സാഹിബിൻ്റെ തലന്തേക്ക് വിളിക്കണ്ടേ. അതിന് സുരേഷ് ഗോപിയല്ലേ പറ്റുള്ളൂ. ഏട്ടാ ഞങ്ങളുള്ള ഒരാൾ വേണ്ടേ. അല്ല അവിടെ പോയി സാഹിബ് സാഹിബ് യെസ് സാഹിബ് എന്ന് പറഞ്ഞാൽ മതി പോരല്ലോ. അതുകൊണ്ട് നാട്ടുകാരെ ഏൽപ്പിച്ചത്. അല്ല, ഈ ബൂത്ത് തലത്തിൽ തന്നെ 11ഓളം വോട്ടുകൾ അധികമായി ചേർത്തു എന്നുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് അന്വേഷിക്കട്ടെ. അതില്ല, അത് രേഖകളുടെ അടിസ്ഥാനത്തിലേക്ക് വെറുതെ ചേർക്കൂ. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, ഞങ്ങളെ വാശി അവിടെ കുഞ്ചു പോയിട്ട് വോട്ട് ചേർത്തിട്ട് വാ. രേഖകൾ വേണ്ടേ. സുരേഷ് ഗോപിക്ക് വേറെ സാധനം ഉണ്ടല്ലോ, എന്താ വണ്ടിയുടെ രജിസ്ട്രേഷൻ്റെ പ്രശ്നം. അങ്ങനെ പോണ്ടിച്ചേരി വീടുണ്ടല്ലോ, രേഖകളും ഉണ്ടല്ലോ, അത് ബേസ് ചെയ്തുകൊണ്ടല്ലോ. അത് എന്തെങ്കിലും അറസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ കുറേ ഗ്യാസ് പോലുള്ള സാധനം കൊണ്ടുവരും. ഇങ്ങനെക്കെതിരെ മാത്രമല്ല, പിണറായി വിജയനെതിരെ കൊണ്ടുവന്നിട്ടുണ്ട്, മോഡിക്കെതിരെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായി? അപ്പോൾ ഈ ഒരു തരത്തിലുള്ള ഒരു ടാർഗറ്റിങ്, അതായത് ഈ വോട്ടിരട്ടപ്പിൻ്റെ കാര്യം വരുമ്പോൾ സുരേഷ് ഗോപി അതിലേക്ക് ഇടുന്നു, ഈ പറഞ്ഞ പോലെ കാണാനില്ല എന്നുള്ള പരാതി ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി നൽകുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭയിലെ അധ്യക്ഷൻ പോലും ഇത്തരത്തിലൊരു ട്രോൾ മെറ്റീരിയലായി മാറുന്നു എന്നൊക്കെ പറയുന്നു. ഇത് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഈ BJPയുടെ നമ്മുടെ രാജീവ് ചന്ദ്രശേഖരൻ്റെ പേര് പറയുന്നത് പോലെ തന്നെ വരുന്ന ആളുകളിലും ചർച്ചയിലേക്ക് വരാമെന്നുള്ളൊരു പേര് തന്നെയാണ് സുരേഷ് ഗോപി എന്ന് പറയുന്നത്. അപ്പോൾ ആ സുരേഷ് ഗോപി എന്ന് പറയുന്ന നേതാവിനെ മാറ്റി നിർത്താൻ വേണ്ടി അല്ലെങ്കിൽ ചർച്ചകളിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയോ ഒരു നെഗറ്റീവ് സെൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടോ ആണോ ഇത്തരത്തിലൊരു നടക്കുന്നത്? അല്ല, ഇവർ സത്യത്തിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ സുരേഷ് ഗോപിനെ ഇപ്പം മണ്ടന്മാരാണ് ബേസിക്കലി. ഓടി നടന്ന് ടാർഗറ്റ് ചെയ്യാണ്. ഇങ്ങനെ ടാർഗറ്റ് അവർ ഗുണം കിട്ടുകയുള്ളൂ. നിങ്ങൾ നോക്കിയാൽ കേരളത്തിൽ ഇങ്ങനെ ഇവർ ഓടി നടന്ന് ടാർഗറ്റ് ചെയ്ത ഒരാളാണ് പിണറായി വിജയൻ. എന്ത് സംഭവിച്ചു? ഇപ്പം കേരളത്തിൻ്റെ ക്യാപ്റ്റനാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലില്ലെങ്കിലും ഇതുപോലെ ഇവർ ഓടി നടന്ന് ടാർഗറ്റ് ചെയ്ത ആളാണ് നരേന്ദ്രമോദി. എന്ത് സംഭവിച്ചു? ഇതേപോലെ ഇവർ ഓടി നടന്ന് ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് VD സതീശ്. ഓരോ ദിവസം കൂടുമ്പോൾ ശക്തി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇവർ ഓടി നടന്ന് ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ. ഇലക്ഷൻ റിസൾട്ട് വരെ രാജീവിനെ പറ്റി പറയാം. അങ്ങനെ ഇവർ ഓടി നടന്നിട്ട് ടാർഗറ്റ് ചെയ്തിട്ട് പെട്ടുപോയ ഒരൊറ്റ ആളേ ഉള്ളൂ, അത് ശ്രീശാന്ത് മാത്രമാണ്. അപ്പോൾ ആ ഉത്തരേന്ത്യയിൽ പോയി കളിച്ചു പോയി. അതുകൊണ്ടാണ്. അത് നിങ്ങൾ ഈ വേട്ടയാടുന്നതനുസരിച്ച് ഇവരൊക്കെ ശക്തി പ്രാപിക്കുകയുള്ളൂ. കാരണം നാട്ടുകാർക്ക് അറിയാമല്ലോ. പിന്നെ MP എല്ലാ ദിവസവും നിങ്ങളെ വീടിൻ്റെ മുന്നിൽ വന്നിട്ട് ഇത് തില്ലാൻ കളിക്കണം. അതാണ് MPയുടെ പണി. അതായത് ഈ മോഡി മന്ത്രിസഭയിൽ മന്ത്രിയായിരിക്കുക എന്നുള്ളത് വെറുതെ പോയി കിടന്ന് ഉറങ്ങാനൊന്നും പറ്റില്ല. അങ്ങനെ ഇവിടെ ഓടിച്ച് പണിയെടുപ്പിക്കും. അപ്പോൾ സുരേഷ് ഗോപി ഇപ്പം കുറച്ച് നേരം സിനിമ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഒരു ഹാങ് ഓവറിലായിരുന്നു. അപ്പം അതൊന്ന് മാറിയിട്ട് ഫുൾ ടൈം ആ ഒരു അഡ്മിനിസ്ട്രേഷൻ ആ ഒരു കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. അതിൻ്റെ തിരക്കിലാണ് അങ്ങനെ. പിന്നെ അങ്ങേരുടെ നിങ്ങളെല്ലാം ആരും വന്നിട്ട് അങ്ങനെ ആ പടയമ്മ പറഞ്ഞാൽ കേൾക്കുന്നു, ജോഷി സാർ പറഞ്ഞാൽ കേൾക്കുന്നു കേട്ടിട്ടുണ്ട്. പിന്നെ ഒന്ന് മോഡിയും പറഞ്ഞാൽ കേൾക്കും. ഏതായാലും പറഞ്ഞാൽ അങ്ങനെ പുല്ലിൻ്റെ വരും. VS പറഞ്ഞാൽ കേൾക്കുന്നു പറഞ്ഞിട്ട് കർണാകര. ഇതൊക്കെയാണ് അങ്ങനെയുടെ വീക്ക് പോയിന്റുകൾ. ഏതായാലും അങ്ങനെ മെയിൻ ചെയ്യില്ല. അല്ല, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പും അതിന് മുമ്പായിട്ടുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പും ഒക്കെ വരാൻ പോകുന്ന സാഹചര്യത്തിൽ ഈ BJPയുടെ വോട്ട് വർധനവ് മറ്റെല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും ഒരു ഭയപ്പാടുണ്ടാക്കുന്ന തരത്തിലേക്ക് മാറുന്നുണ്ടോ എന്ന് തോന്നുന്നുണ്ടോ ഈ സാഹചര്യങ്ങളിൽ? അതുണ്ട്. അവർക്കിപ്പോൾ 20% അടുത്ത് വോട്ട് വന്നല്ലോ. അതെ. മാത്രമല്ല കോൺഗ്രസ് ഇപ്പം ഈ പറയുന്ന ഡയലോഗുകളൊക്കെ നടക്കുന്നുണ്ട്. ഇലക്ഷൻ ലിറ്റ്മസ് ടെസ്റ്റ് പഞ്ചായത്ത് ഇലക്ഷനാണ്. അതിൽ കോൺഗ്രസ് പിന്നോക്കം പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം BJP കിട്ടും. പിന്നെ ഇവിടെ നിങ്ങൾ കാണുന്ന സോക്കോൾഡ് സെക്കുലർ ഫൈബൊക്കെ ഉണ്ടാവില്ല. ഇവിടെ സെക്കുലർ എന്ന് പറഞ്ഞ് നടക്കുന്ന പല ആളുകളും ഉള്ളിൽ ഭയങ്കര കമ്മിറ്റുകളാണ്. പിന്നെ ഇവിടെ സെക്കുലറിസത്തെ മാർക്കറ്റ് ആയതുകൊണ്ട് അവർ മോഡീനെ 2 തന്തയ്ക്ക് വിളിക്കും, STPനെ 2 തന്തയ്ക്ക് വിളിക്കും എന്നല്ലാതെ ഉള്ളിൽ മറ്റേതാണ്. അപ്പോൾ ഇവർ കോൺഗ്രസിനടുത്ത പഞ്ചായത്ത് ഇലക്ഷൻ കൂടി പണി കിട്ടിയാൽ ഇവിടെ തനിന്ന് നിങ്ങൾ കാണും. BJPക്കാർ വെറുതെ അല്ല ഇവരത് സൂഡോ സെക്കുലർ എന്ന് പറയുന്നത്. ഇവർ പല BJPക്കാരെക്കാട്ടും വലിയ BJPക്കാർ, STPക്കാരെക്കാട്ടും വലിയ STPക്കാരാണ്. ഒരു മറ്റേ സാധനം ഉണ്ടായിരുന്നല്ലോ, എന്താണ് ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ, ഒരു ക്രിസ്ത്യൻ സാധനം,
കാസ കാസ അപ്പോൾ കാണുന്നില്ലല്ലോ, എവിടെ പോയി? നിമിഷപ്രിയ എന്ന് പറഞ്ഞാൽ ആ കൊച്ചിൻ്റെ വിഷയത്തിൽ ഒരു മുസ്ലിം പയ്യനെ പിന്നെ രക്ഷപ്പെടുത്തിയത് മുസ്ലിം ആയതുകൊണ്ടാണ് അവർ പ്രശ്നം ഉണ്ടാക്കി. അപ്പം നിമിഷപ്രിയനെ രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മുടെ അന്തപുര ഉസ്താദും ഒക്കെ ഇറങ്ങിയ സമയത്ത് അവർക്ക് നിമിഷപ്രിയനെ വേണ്ട, അത് മുസ്ലിംസ് സഹായിച്ചുകൊണ്ടായിരിക്കും. ആ പിന്നെ ഈ വിഷയങ്ങളിലൊന്നും എന്താ ഒന്നും മിണ്ടാത്തത്? ആ കാസയ്ക്ക് ഒരു ഒറ്റ നിലപാടുള്ളൂ, ഇസ്ലാം മുസ്ലിം വിരുദ്ധത. എവിടുന്ന് കുറച്ച് കാശും മേടിച്ചുകൊണ്ടുവന്ന് മുസ്ലിം വിരുദ്ധത പറയും. മുസ്ലിംസിനെ പുണ്യാളന്മാരെ ഞാൻ പറഞ്ഞില്ല, അവരുടെ കയ്യിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, വിവാദ സാധനങ്ങളുണ്ട്, ഭാഗ്യമുണ്ട്. അതിൽ വലിയത് ഇവർ കാണിക്കുന്നുണ്ട്, ഇവർ ആയുധം എടുക്കുന്നില്ല എന്നേ ഉള്ളൂ. എന്തിപ്പം കാണുന്നില്ലല്ലോ. നിമിഷപ്പയുടെ കാര്യത്തിൽ എന്താ അവരുടെ നിലപാട്? അവരും പറയാം. ഈ വിഷയത്തിലൊക്കെ ഇപ്പം എന്താ നിലപാട്? സുരേഷ് ഗോപിനെ പറ്റി പറഞ്ഞത് എന്താ മറുപടി അറിയാത്തത്? സുരേഷ് ഗോപി എല്ലാ ദിവസവും വന്നിട്ട് അവിടെ കുരിശ് കളിക്കണം. അത് തൃശ്ശൂർ പിന്നെ സ്വരാജ് ഗ്രൗണ്ടിൽ അയാൾ എല്ലാ ദിവസവും പോയിട്ട് മണിമുറ്റത്തവണിപ്പം ഡാൻസ് കളിക്കണം. അല്ല, ഈ കന്യാസ്ത്രീകളുടെ വിഷയത്തിലായാലും ഈ മൗനം, സുരേഷ് ഗോപിയുടെ മൗനം, അത് ഈ തിരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടിയാവുമെന്നാണ് പറയുന്നത്. എന്ത് തിരിച്ചടി? തിരഞ്ഞെടുപ്പ് ഇതൊന്നും മൗനമൊന്നല്ലേ. അങ്ങനെയാണ് പിണറായി വിജയൻ പണ്ടേ തോറ്റു കൊണ്ടതല്ലായിരുന്നു. ആർക്കും പിണറായി വിജയൻ ഇഷ്ടമുണ്ടായിരുന്നു. ഇലക്ഷന് വേറൊരു മൂഡാണ് വരിക. പിന്നെ ഈ പറയുന്നതിൻ്റെ മാതിരി ഇതൊന്നും നോക്കിയിട്ടല്ല ഇവർ വോട്ട് ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞത് ക്രിസ്ത്യൻ വോട്ട് വരുന്നതിൻ്റെ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. ഒന്ന്, മുസ്ലിം ഒരു മേധാവിത്വം കേരള സൊസൈറ്റി കൂടുന്നു എന്നുള്ളത് പേടിയുണ്ട് ഇവർക്ക്. എന്നിവർ എല്ലാ ക്രിസ്ത്യാനികളല്ല മൊത്തത്തിൽ കമ്മ്യൂണിസ്റ്റ് സ്വഭാവമുള്ള ക്രിസ്ത്യാനികൾക്ക്. അതുകൊണ്ടാണ് അവർ ഉമ്മൻചാണ്ടി സാറിനെതിരെ വോട്ട് ചെയ്തത്. ഫസ്റ്റ് പിണറായി ഗവൺമെൻറ്റിന് ക്രിസ്ത്യൻ നന്നായി കിട്ടി. അതിന് കാരണം എന്താണ്? മുസ്ലിം ലീഗിൻ്റെ സ്വാധീനം കൂടുന്നു. പിന്നെ ഇപ്പം എന്താണെന്ന് വെച്ചാൽ അപ്പുറത്താണെങ്കിലും പിണറായി ആണെങ്കിലും മുസ്ലിം വിരുദ്ധനൊന്നല്ല, അത് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇപ്പം എന്താ BJP മുസ്ലിം വിരുദ്ധമെന്ന് ചോദിച്ചാൽ BJP പിന്നാലെ കൂടിയിരിക്കുന്നത്. അതൊക്കെ നോക്കിയിട്ട് അവർ വോട്ട് ചെയ്യുള്ളൂ. പിന്നെ കന്യാസ്ത്രീകളുടെ കാര്യത്തിലാണെങ്കിൽ ഇവിടെയുള്ള പല പ്രധാനപ്പെട്ട സീറോ മലബാർ സഭയാണ് ഓർത്തഡോക്സ്, ഇവരൊന്നും അതുപോലെ തന്നെ കൺവേർഷനെതിരാണ് ബേസിക്കലി. അല്ലെ, എസ്പെഷ്യലി സീറോ മലബാർ സഭ കൺവേർഷനെതിരാണ്. അപ്പം കൺവേർഷൻ നടത്തുന്ന പ്രധാനമായിട്ട് ഈ ന്യൂ ജനറേഷൻ സഭകളാണ്. എന്നാൽ ഉത്തരേന്ത്യയിലെ ദാരിദ്ര്യം മുതലെടുത്തുകൊണ്ട് ഇവിടെ കൺവേർഷൻ വേണ്ടെന്ന് പറയുന്നതിന് ചില അവിടെയൊക്കെ സഭകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതൊരു വേഗം. അപ്പം ബേസിക്കലി ഇവർ നോക്കുന്ന സമയത്ത് കൺവേർഷൻ നടത്തുന്നത് ശരിയാണെന്നുള്ളത് അവരുടെ മതമായിട്ട് ബന്ധപ്പെട്ട മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും കൺവേർഷൻ നടത്തുന്നത് അവരുടെ മതത്തിൻ്റെ ഭാഗമായിരിക്കും. ഇതൊരു സെക്യുലർ സൊസൈറ്റിയാണ്. നിങ്ങൾ ഈ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് ഈ സെക്യുലർ സൊസൈറ്റിയുടെ ഫാബ്രിക്കിനെ ഇല്ലാതാക്കും, ഹിന്ദുവിനെ കമ്മ്യൂണലാക്കും, ഹിന്ദുക്കളെ മൊത്തം ആർഎസ്എസ്കാരാക്കും. അത് ഇവർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ ഇവർ അമേരിക്ക ഇടപെടും എന്നൊക്കെ വിചാരിക്കും. അമേരിക്ക എത്രയാണെന്ന് വിചാരിച്ച് ഇടപെടും. ആഫ്രിക്കയിലെ പല രാജ്യങ്ങളും ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്നു. അമേരിക്ക എത്ര ഇടപെടുന്നുണ്ട്? ഇവർ തന്നെ ഇവിടെ പല സഭകളായി തിരിഞ്ഞ് അടി ഉണ്ടാക്കുന്നില്ല. എന്താ അമേരിക്ക ഇടപെടാത്തത്? അതേപോലെ തന്നെ ഇവിടെ മുസ്ലിംസിനിടെ 10-20 വിഭാഗമുണ്ട്. എന്തേ സൗദി അറേബ്യ ഇടപെട്ടിൽ ഒരുമിച്ചാക്കാത്ത? അത് നടക്കാത്ത കാര്യമാണ്. അപ്പോൾ അത് ആ ഇലക്ഷൻ സമയത്ത് വേറെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് വരും. പിന്നെ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും BJP മതപരിവർത്തനത്തിനെതിരാണ്. അത് നിലപാടിൽ അവർ വെള്ളം ചേർത്തിട്ടില്ലല്ലോ. നിങ്ങളവരെ ഇപ്പോഴും നല്ല ഗുജറാത്ത് കലാപം നടന്ന സമയത്ത് അവർക്കല്ലേ വോട്ട് ചെയ്തത്, മൂവാറ്റുപുഴയിൽ PC തോമസ് അങ്ങനെ ലയിച്ചത്. അതോ അന്നെന്താ ഇവരുടെ ബിസിനസ് താല്പര്യങ്ങളും മറ്റു കാര്യങ്ങളും BJP ആണ് ഗുണകരം എന്നുള്ളത് തോന്നി. ഇപ്പോൾ എന്ന് വെച്ചാൽ ഈ പറയുന്നതിന് മുസ്ലിം പേടിയുണ്ട്. ഈ പറയുന്നതിന് ദേശീയ കാലത്ത് ബിസിനസ് ചെയ്യണമെങ്കിൽ ബിസിനസ് ക്ലാസ് ആണല്ലോ മുസ്ലിംസും ക്രിസ്ത്യൻസും ബേസിക്കലി. BJPക്കാരെ സപ്പോർട്ട് വേണം. കോൺഗ്രസിന് അത് പറ്റില്ല. BJPയുടെ സ്നേഹം കൊണ്ടല്ലല്ലോ, BJPയുടെ കാര്യം നടക്കണം എന്നുള്ളതുകൊണ്ടല്ലേ, അത് സ്നേഹം കൊണ്ടല്ലല്ലോ. BJPക്ക് സ്നേഹം കൊണ്ട് വോട്ട് ചെയ്ത് വല്ല നായന്മാരോ കുറച്ച് വെള്ളാപ്പള്ളീൻ്റെ ഭാഷയിൽ പറഞ്ഞ ബ്രാഹ്മണ ഈയവരോ, വെള്ളാപ്പള്ളി അങ്ങനെ പൈസക്കാർ ഈയവരെ കൊണ്ട് പോകുന്നത് അതൊക്കെ വോട്ട് ചെയ്യുള്ളൂ. അപ്പോൾ BJPയുടെ കാര്യം നടക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ അതത്രേ ഉള്ളൂ അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ അവർ തന്നെ ആലോചിക്കട്ടെ ചെയ്തത് ശരിയാണോ എന്നുള്ള കാര്യം. അത് നടത്തിയിട്ടുണ്ട്. അല്ല, അതിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ 20%-ലധികം വോട്ട് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഈ മൗനം പാലിക്കുന്നത് BJPക്ക് തിരിച്ചടിയാവുമെന്ന് പറയുമെങ്കിൽ കൂടിയും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർ വലിയ രീതിയിലുള്ള ഒരു ഗ്രാസ് റൂട്ട് ലെവലിലുള്ള വർക്ക് ആദ്യമേ ആരംഭിച്ചു എന്നുള്ള രാജ്യത്ത് ചന്ദ്രശേഖർ വ്യക്തമാക്കിയ ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ UDF-ന് അത് വ്യക്തമായൊരു ധാരണ. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇതിലും കൂടുതൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നു മതപരിവർത്തനം നടന്നിട്ടില്ല എന്ന് വന്നിട്ട് സ്വന്തം ജനറൽ സെക്രട്ടറി അങ്ങോട്ട് അയച്ചിട്ട് ആ കന്യാസ്ത്രീകൾക്ക് മോചിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ഇതിൽ വലിയ ഇടപെടൽ കേരളത്തിൽ ആരാ നടത്തിയിട്ടുള്ളത് എന്നുള്ള വിഷയത്തിൽ? ഇതിൽ കൂടുതൽ എന്താ നിങ്ങൾക്ക് വേണ്ടത്? പിന്നെ BJPയുടെ നിലപാട് വളരെ കൃത്യമാണ്. മതപരിവർത്തനത്തിന് അവരെതിരാണ്. എന്നാൽ മതം പ്രചരിപ്പിക്കുന്നതിനോ ഒന്നും അവരെതിരല്ല. അത് നിങ്ങളെ നോക്കുക. പക്ഷെ മതപരിവർത്തനത്തിനെതിരാണ്. ആ സ്റ്റാൻഡ് അവർ സുരേഷ് ഗോപി അനുസരിച്ചപ്പോൾ മാറ്റിയിട്ടില്ല, ഇനി മാറ്റാൻ അവർ ഉദ്ദേശിച്ചിട്ടുമില്ല. തീർച്ചയായും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, അനൂപ് ആന്റണി കുറച്ച് മുമ്പ് ഒരു കാര്യം പറഞ്ഞത് ഈ മറുപടി സുരേഷ് ഗോപി തന്നെ നൽകുമെന്നാണ്. KSUവിനുള്ളതായാലും ആർക്കുള്ളതായാലും മറുപടി സുരേഷ് ഗോപി തന്നെ നൽകും. നിങ്ങളെന്തിനാ അപ്പോൾ രാജീവ് മിണ്ടിയില്ല, പോയി രാജീവ് മിണ്ടിയിട്ടില്ല, സുരേഷ് ഗോപി മിണ്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് നടക്കുന്നത്. ഇയാൾ മിണ്ടിയിട്ടാണ് അതിൻ്റെ പിന്നാലെ പോയി. അയാൾക്ക് വേറെ പണിയില്ല. നിങ്ങൾ പറയുന്നതനുസരിച്ച് താളന്തുള്ള നടക്കുകയാണ് സുരേഷ് ഗോപി. അയാളെ എങ്ങനെ ചൊറഞ്ഞു പറഞ്ഞാൽ അയാളെ കൊണ്ട് എന്തെങ്കിലും പറയിപ്പിക്കണം, അതാണ് ഉദ്ദേശം. സുരേഷ് ഗോപിക്ക് രണ്ട് സ്വഭാവം, മിണ്ടാതിരിക്കാനോ അറിയാം, സംസാരിക്കാനോ അറിയാം. പിന്നെ ഇവരൊന്നും പറയും സുരേഷ് ഗോപിനെ ഒന്നും സാധാരണ ക്രിസ്ത്യാനികൾ തെറ്റിദ്ധരിക്കുന്നില്ല. കാരണം അവരെ സംബന്ധിച്ച് ഇയാൾ ഇൻഫാൻറ്റ് ജീസസ് സ്കൂളിൽ പഠിച്ചതാണ്. അത് കഴിഞ്ഞ് ഫാത്തിമ മാതാ കോളേജിലാണ് പഠിച്ചത്.
ഇയാളുടെ ജീവിതത്തിൽ ഉടനീളം ഇയാൾക്ക് ഒരു ശക്തമായ ക്രിസ്ത്യൻ ബന്ധം നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഈ സുരേഷ് ഗോപി. ഇയാളെ പല പ്രൊഡ്യൂസേഴ്സും കോ ആക്ടേഴ്സും എല്ലാം തന്നെ ഇയാളെ സഹായിക്കുമ്പോൾ ജാതി മതം നോക്കി ചെയ്തതല്ല. അതുകൊണ്ടൊക്കെ ഇവിടെ മീഡിയ കുറച്ച് കിടന്നാക്കും. പിന്നെ ആൻറ്റി സുരേഷ് ഗോപി സാധനം തലക്ക് പിടിച്ചാൽ അതായത് സുരേഷ് ഗോപിനോടുള്ള ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ നമ്മളൊക്കെ നമ്മുടെ കുട്ടിക്കാലത്ത് സുരേഷ് ഗോപി ആകാൻ ആഗ്രഹിച്ചതാണ്. അപ്പോൾ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുക യാദവ സിനിമ റിലീസ് ചെയ്ത് ഞാൻ ആ സമയത്ത് സ്കൂളിൽ പോയി ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇത് നടക്കില്ല. പക്ഷേ നമ്മളെ ശരീരം ആ രീതിയിൽ വന്നില്ല. ഇയാൾ കൊടുക്കത്തെ ഹൈറ്റും വെയിറ്റും കളവും ഇപ്പോഴും മുടി കാര്യമായിട്ട് കൊഞ്ഞിട്ടൊന്നുമില്ല, ഭയങ്കര സുന്ദരനുമാണ്. അപ്പോൾ ആ അസൂയെല്ലാം കൂടി പിടിച്ച് ഒരു രോഗമായി മാറിയതാണ്. അതിൻ്റെ കൂടെ അപ്പോൾ അയാൾ പൊളിറ്റിക്കൽ പവറും കൂടി കിട്ടിയപ്പോൾ ആ രോഗം മൂർച്ഛിച്ചു. അതിൻ്റെ പ്രശ്നം അല്ല വേറൊന്നുമില്ല. എല്ലാ പക്ഷേ ഇപ്പോൾ പള്ളിയിലെ അച്ഛൻ്റെ പ്രശ്നം എനിക്ക് തോന്നുന്നു അദ്ദേഹം അങ്ങനെ പറയാം. അദ്ദേഹത്തിന് ആ പ്രശ്നമില്ല, അദ്ദേഹം ആ ഓളത്തിനനുസരിച്ചിട്ട് ഒരു പക്ഷേ പറഞ്ഞു പോയതായിരിക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ട്രോൾ ടൈപ്പ് ഓഫ് ടോക്ക് ഉണ്ടാകാൻ പാടില്ല. അല്ല അദ്ദേഹം പറഞ്ഞതുകൊണ്ടാണ് ഈ മതസംഘടനകൾ പോലും പിൻവലിയുന്നു എന്നുള്ള BJP-യോടുള്ള ആ ഒരു അത് അദ്ദേഹം പറഞ്ഞുകൊണ്ട് മാത്രം പിൻവലിയൂ, അല്ലെങ്കിൽ ഇവർ പറഞ്ഞുകൊണ്ട് വോട്ട് ചെയ്യൂ. ഒരു പറഞ്ഞ് എത്ര ആൾ വോട്ട് ചെയ്തിട്ടുണ്ട്? നിങ്ങൾക്ക് അറിഞ്ഞൂടെ ക്രിസ്ത്യൻ സമുദായത്തിലെ ആളുകൾ വളരെ ഇൻഡിവിജ്വലിസ്റ്റിക് ആണ്. ഇപ്പോൾ അച്ഛൻ പറഞ്ഞ കാര്യം ഉണ്ടെന്ന് തോന്നിയാൽ കേൾക്കും, അല്ലെങ്കിൽ കേൾക്കില്ല. അത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യം. പക്ഷെ അദ്ദേഹത്തിന് നമ്മൾ കൊടുക്കുന്ന ബഹുമാനമുണ്ട്, അത് അദ്ദേഹത്തെ നശിപ്പിക്കരുത്. ഈ ട്രോൾ ചെയ്യൽ അദ്ദേഹത്തിൻ്റെ പണിയല്ല, അത് മാറ്റി പിടിക്കേണ്ടിയിരിക്കുന്നു. അതെ അതെ, കോൺഗ്രസ് ചെയ്തോട്ടെ, അദ്ദേഹം അത് ചെയ്യാൻ പാടില്ല. അല്ല, അദ്ദേഹത്തിന് അന്വേഷിച്ച വിവരം കിട്ടാതാണ് സുരേഷ് ഗോപി എവിടെയാണ്. പിന്നെ നിങ്ങൾ സുരേഷ് ഗോപിനെ കാണുന്നത് ഇപ്പോൾ കോൺഗ്രസ് നേതാവാണ് സുരേഷ് ഗോപി നിങ്ങൾ ചോദിക്കില്ലല്ലോ. BJP നേതാവായതുകൊണ്ട് അതിനല്ലേ അജി ചന്ദ്രശേഖർ സംസാരിക്കുന്നത്. അനൂപ് അവരെ പോയി മോചിപ്പിച്ചിട്ടുണ്ടോ? ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്താ വേണ്ടത്? ലിമിറ്റില്ലേ? ഈ ബൈജു പറയുന്ന പോലെ എല്ലാത്തിനും മര്യാദയില്ലേ? തീർച്ചയായും. ഇപ്പോൾ KSU നൽകിയിരിക്കുന്ന ഈ ഒരു വാർത്ത അല്ലെങ്കിൽ ഈ ഒരു പരാതിയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. അതിനുള്ള മറുപടി 2 ദിവസത്തിനുള്ളിൽ സുരേഷ് ഗോപി തന്നെ നൽകുമെന്നാണ്, അല്ലെങ്കിൽ സുരേഷ് ഗോപി തന്നെ ഇവർക്ക് തരും എന്നുള്ളതാണ് BJP വക്താക്കളും അറിയിക്കുന്നത്. ഏതായാലും അടുത്ത 2 ദിവസത്തിനുള്ളിൽ തന്നെ സുരേഷ് ഗോപിയുടെ ഒരു മറുപടിയും ഉണ്ടാകുമെന്നതും തീർച്ചയാണ്. ഏതായാലും നമ്മുടെ ചേർന്ന് വളരെയധികം നന്ദി. ടോക്കിംഗ് പോയിൻ്റ് എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.